ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഗുഡ് വൈഫ് എന്ന വെബ് സീരീസ് ആണ് കാണാൻ പോകുന്നത്. ഇതൊരു മികച്ച ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണെന്ന് പറയാം. ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിന്റെ റീമേക്ക് ആയാണ് ഈ വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. സീരീസിന്റെ തുടക്കത്തിൽ ഒരു ഭർത്താവിനെയും ഭാര്യയെയും കാണിക്കുന്നു. ഭർത്താവിന്റെ പേര് സമ്പത്ത്, ഭാര്യയുടെ പേര് പ്രിയ. ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട്. സമ്പത്ത് ഒരു വലിയ വക്കീലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല സ്വാധീനമുണ്ടെന്ന് നമുക്ക് കാണാം. അദ്ദേഹം ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ നൽകുകയും സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ വന്ന എല്ലാവരും ഒരു കാര്യം അറിയുന്നത്. ആ വാർത്ത ന്യൂസിൽ വരുന്നുണ്ടായിരുന്നു. സമ്പത്ത് മറ്റൊരു പെൺകുട്ടിയുമായി വളരെ അടുപ്പത്തിലാണെന്നും അദ്ദേഹം ഒരു സത്യസന്ധനല്ലാത്ത വ്യക്തിയാണെന്നും ധാരാളം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നു. ഇത് കണ്ട പ്രിയയുടെ സുഹൃത്ത് അവളെ മാറ്റി നിർത്തി ഇക്കാര്യം കാണിക്കുന്നു. അതുപോലെ സമ്പത്തിന്റെ സുഹൃത്തും അദ്ദേഹത്തെ മാറ്റി നിർത്തി ഇത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സമ്പത്ത് ദേഷ്യപ്പെടുന്നു. തന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണെന്നും തന്നെ വഞ്ചിച്ചുവെന്നും പ്രിയ ഞെട്ടലോടെ ചിന്തിക്കുന്നു. സമ്പത്ത് ആ വാർത്ത ഉടൻ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രിയ ദേഷ്യത്തോടെ അമ്മായിയമ്മയോട് നിങ്ങളുടെ മകൻ എന്താണ് ചെയ്തതെന്നറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ഈ അന്വേഷണം കഴിയുന്നതുവരെ സമ്പത്തിന് തന്റെ പദവിയിൽ തുടരാൻ കഴിയില്ല. അതിനാൽ അദ്ദേഹം രാജിവെക്കാൻ വന്നിരിക്കുന്നു. അവിടെ ഒരു വക്കീൽ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. ഈ വക്കീലാണോ സമ്പത്തിനെ കുടുക്കിയതെന്ന് വ്യക്തമല്ല. അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടയാളാണ്. സമ്പത്ത് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചും ചോദിക്കുന്നു. എന്നാൽ അതെല്ലാം ശരിയല്ലെന്ന് അദ്ദേഹം പറയുന്നു. ആ വീഡിയോ കണ്ടതു മുതൽ പ്രിയ ഒന്നും മിണ്ടുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ തെറ്റ് ചെയ്തുവെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് സമ്പത്ത് ചോദിക്കുന്നു. നിങ്ങൾ ഒന്നു മാത്രം പറഞ്ഞാൽ മതി. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിങ്ങളാണോ അല്ലയോ? അത് AI ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പറയൂ, എനിക്കെപ്പോൾ സമാധാനമാകും എന്ന് പ്രിയ പറയുന്നു. അത് ഞാനല്ലെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ എന്നെ അവർ കുടുക്കിയതാണ് എന്ന് സമ്പത്ത് പറയുന്നു. ഹണി ട്രാപ്പിങ്ങിലൂടെയാണ് തന്നെ കുടുക്കിയതെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ തന്നെയാണോ എന്ന് പ്രിയ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ, പ്രതിപക്ഷ പാർട്ടിയിലുള്ളവർ എന്നെ കുടുക്കാൻ വേണ്ടി ചെയ്തതാണിത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രിയ അത് അംഗീകരിക്കുന്നില്ല. അവർ വഴക്കിടുന്നു. ഈ വഴക്കിനിടയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു. കൈക്കൂലി വാങ്ങിയ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് പോലീസ് വന്നിരിക്കുന്നത്. കുടുംബത്തിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കാനാണ് ഇതെന്ന് സമ്പത്ത് മനസ്സിലാക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ തന്നെ വരാം എന്ന് സുഹൃത്ത് പറയുന്നു. അദ്ദേഹം പുറത്തേക്ക് നടക്കുന്നുണ്ട്. പുറത്ത് മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ മുന്നിലൂടെ ഭാര്യയോടൊപ്പം പോകുന്നത് നല്ലതാണെന്ന് കരുതി അദ്ദേഹം പ്രിയയോട് കൂടെ വരാൻ കൈനീട്ടുന്നു. പ്രിയ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തോടൊപ്പം നടക്കുന്നു. അദ്ദേഹം അറസ്റ്റിലായി പോകുന്നുണ്ട്. മാധ്യമങ്ങൾ അവരെ വളഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് മാധ്യമങ്ങളെ നേരിടാൻ കഴിയാതെ വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നു. 3 മാസത്തിനു ശേഷവും ഭർത്താവ് പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ എല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യത്തിന് പണമില്ല. ആ വീട് നഷ്ടപ്പെട്ടതിനാൽ അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് എന്റെ വീട്ടിലേക്ക് വരാമായിരുന്നു എന്ന് അമ്മായിയമ്മ പറയുന്നുണ്ട്. ഇല്ല അമ്മായി, ഇതാണ് സൗകര്യം എന്ന് പ്രിയ പറയുന്നു. ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. കുട്ടികളെ നിങ്ങൾ നോക്കണം എന്നും അവൾ പറയുന്നുണ്ട്. അവൾ ജോലിക്ക് വേണ്ടി പലയിടത്തും ശ്രമിക്കുന്നു. അവളും ഒരു കാലത്ത് വക്കീലായിരുന്നു. എന്നാൽ ഒരുപാട് വർഷത്തെ ഇടവേള കാരണം അവൾക്ക് എവിടെയും ജോലി ലഭിക്കുന്നില്ല. കോളേജ് കാലത്ത് അവൾക്ക് ഹരി എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ അവൾക്ക് മെസ്സേജ് അയച്ച് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അവനെ വിളിച്ച് സംസാരിക്കുന്നു. അവൻ ഒരു നിയമ സ്ഥാപനത്തിലാണ്, അതായത് ഒരു ലോ ഫോമിലാണ് ജോലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവൻ തന്നെയാണ് അതിന്റെ ഉടമ. അവിടെ എന്തെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരി അവളെ വിളിച്ച് എന്റെ സ്ഥാപനത്തിൽ നിനക്ക് ചേരാം എന്ന് പറയുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ അവൻ മാത്രമല്ല ഉടമ, ശാന്തി എന്നൊരു പങ്കാളിയുമുണ്ട്. ശാന്തിയോട് ചോദിച്ച ശേഷമാണ് അവൻ സമ്മതിച്ചത്. തനിക്ക് ജോലി കിട്ടിയെന്ന് അവൾ അമ്മായിയമ്മയോട് പറയുന്നു. ഈ വിവരം സമ്പത്തിനോടും പറയൂ എന്ന് അമ്മായിയമ്മ പറയുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. അവൾ സന്തോഷത്തോടെ തന്റെ പഴയ ഓഫീസ് വസ്ത്രങ്ങൾ ധരിച്ചു നോക്കുന്നു. അപ്പോൾ അവൾ ഒരു പഴയ ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. പണ്ട് അവൾ ഇതുപോലെ കണ്ണാടിക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ ഭർത്താവ് വളരെ റൊമാൻറ്റിക്കായി സംസാരിച്ചിരുന്നു. അത്രയധികം അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹം എങ്ങനെ ഇത് ചെയ്തു എന്നവൾ വേദനയോടെ ഓർക്കുന്നുണ്ട്. ഹരിയുടെ പങ്കാളിയായ ശാന്തി ഓഫീസിലെ എല്ലാവർക്കും ജോലികൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് പ്രിയ അവിടേക്ക് വരുന്നത്. അവൾ കുറച്ച് വൈകിയായിരുന്നു. ശാന്തി അത് ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും ജോലി നൽകിയ ശേഷം ആദ്യ ദിവസം തന്നെ നീ 10 മിനിറ്റ് വൈകി എന്ന് ശാന്തി പ്രിയയോട് പറയുന്നു. ഹരി വന്ന് നിന്റെ സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷമിക്കണ്ട, ശാന്തി കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അവൻ പറയുന്നു. അതേ ഓഫീസിൽ ഉമർ എന്നൊരു ട്രെയിനിയുണ്ട്. അവൻ പ്രിയയോട് സംസാരിക്കാൻ വരുന്നു. ശാന്തി മാഡം വിളിക്കുന്നു എന്ന് വിവരം പറയാനാണ് അവൻ വന്നത്.
പ്രിയ വന്നതിൽ അവൻ അസ്വസ്ഥനാണ്. കാരണം അവൻ സ്ഥിരപ്പെടാനിരിക്കുമ്പോഴാണ് അവൾ വന്നത്. അവൾ കാരണം തനിക്ക് പ്രശ്നമാകുമോ എന്ന് അവൻ ചിന്തിക്കുന്നു. പ്രിയ ശാന്തിയെ കാണാൻ ചെല്ലുന്നുണ്ട്. നിന്റെ ജോലി ഇപ്പോഴും സ്ഥിരമായിട്ടില്ല. 3 മാസത്തെ നിന്റെ പെർഫോമൻസ് നോക്കിയതിനു ശേഷം മാത്രമേ പെർമനന്റ് ആക്കൂ എന്ന് പറയുന്നുണ്ട്. ഉമർ എന്നൊരു പയ്യൻ ഇവിടെ ട്രെയിനി ആയുണ്ട്. 3 മാസത്തിനുള്ളിൽ നിങ്ങളിൽ ഒരാളാണ് മികച്ചതെന്ന് അറിയാൻ കഴിയും. അതുവരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുക എന്ന് ശാന്തി പറയുന്നു. പ്രിയ സമ്മതിക്കുന്നുണ്ട്. തൽക്കാലം ശാന്തിയുടെ അസിസ്റ്റന്റ് ആയാണ് അവൾ ജോലി ചെയ്യുന്നത്. ഓഫീസിലുള്ള ചിലർ സമ്പത്തിന്റെ വാർത്തകൾ കാണുന്നത് പ്രിയ കാണുന്നു. അവൾക്ക് വിഷമം തോന്നുകയും അവൾ അവിടെ നിൽക്കാതെ പോവുകയും ചെയ്യുന്നു. അവളുടെ അവസ്ഥ ഇതാണെങ്കിൽ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. 3 മാസം കഴിഞ്ഞിട്ടും സ്കൂളിലെ കുട്ടികൾ അവളെ കളിയാക്കുന്നു. പ്രിയയ്ക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. 2 പേരും സ്കൂളിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ശാന്തി പ്രിയയെ ഒരു കേസിന്റെ കാര്യത്തിനായി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. ജ്യോതി എന്നൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കേസാണത്. ഒരു ഹോസ്പിറ്റൽ ആ പെൺകുട്ടിയിൽ നിന്ന് അണ്ഡം വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അണ്ഡം ശക്തമായിരിക്കാൻ ലൈംഗികമായി സജീവമായിരിക്കണം എന്നതിനാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്ന് പോലും നോക്കാതെ അവളുടെ രണ്ടാനച്ഛൻ അവളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ കേസിന്റെ വാദമാണ് നടക്കുന്നത്. എന്നാൽ പ്രിയയുടെ കേസിൽ ഹാജരാകേണ്ടെന്നും ഒരു പാസ് ഓൺ മാത്രം വാങ്ങി വെച്ചാൽ മതിയെന്നും ശാന്തി പറയുന്നു. സാധാരണയായി ജൂനിയർ വക്കീലന്മാർക്ക് നൽകുന്ന ജോലിയാണിത്. ഇത് ഞാൻ ചെയ്യണമോ എന്ന് പ്രിയ ചിന്തിക്കുന്നു. അവിടെ വെച്ച് സ്നേഹ എന്നൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളും ഇതേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. കേസിന്റെ വിവരങ്ങൾ അവൾ പ്രിയയ്ക്ക് നൽകുന്നു. അവൾക്ക് എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിലുണ്ടാകും. അവർ ജ്യോതിയെ കാണാൻ ചെല്ലുന്നു. പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. സ്നേഹയിൽ നിന്ന് അവൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നു. പാണ്ഡ്യൻ എന്നൊരാൾ പണം വാങ്ങി ഈ പെൺകുട്ടിക്കെതിരെ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോയിൽ ഹോസ്പിറ്റലിന് തെറ്റില്ല, ഈ പെൺകുട്ടി ചെറുപ്പത്തിലെ മോശമായി പോയി, അവൾക്ക് കാമുകനുണ്ട്, പണത്തിന് വേണ്ടി പ്രായപൂർത്തിയായെന്ന് പറഞ്ഞ് അണ്ഡം നൽകാൻ അവൾ സ്വയം തയ്യാറായതാണ്, ഇപ്പോൾ അവൾ കള്ളപ്പരാതി നൽകിയിരിക്കുകയാണ് എന്ന് പാണ്ഡ്യൻ പറയുന്നു. ഈ കേസിൽ ഒന്നും സംസാരിക്കേണ്ടെന്നും പാസ് ഓൺ മാത്രം വാങ്ങിയാൽ മതിയെന്നും ശാന്തി പറഞ്ഞിരുന്നു. അവൾ അതുപോലെ സംസാരിക്കുന്നു. ഇത് കേട്ട് ജഡ്ജി ദേഷ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ പണിയില്ലേ? വാദം കേൾക്കാതെ ഞാൻ അയാൾക്ക് അനുകൂലമായി വിധി പറയും. നിങ്ങൾക്ക് വാദിക്കണമെങ്കിൽ വാദിക്കാം എന്ന് ജഡ്ജി പറയുന്നു. 16 വർഷമായി പ്രാക്ടീസ് ചെയ്യാതിരുന്ന പ്രിയ പതറുമെന്നും കേസ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും എതിർഭാഗം കരുതുന്നു. എതിർഭാഗം വക്കീൽ ജാമ്യത്തിനായി വാദിക്കുന്നു. എന്നാൽ പ്രിയ ഇയാൾ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു, അവളുടെ ജീവിതം തുലാസിലാക്കി, അതിനാൽ ജാമ്യം നൽകരുത് എന്ന് ശക്തമായി വാദിക്കുന്നുണ്ട്. നിയമത്തിലെ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവൾ നിയമവശങ്ങൾ കൃത്യമായി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ജഡ്ജി പറയുന്നു. കേസ് വിവരങ്ങൾ നൽകാതിരുന്ന ജൂനിയർ വക്കീൽ അവളോട് മാപ്പ് ചോദിക്കുന്നു. അവൾ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. തനിക്കിപ്പോഴും കഴിവുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയതിൽ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ശാന്തി ഞാൻ പറഞ്ഞതൊന്ന്, അവൾ ചെയ്തത് മറ്റൊന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജഡ്ജി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് കേൾക്കേണ്ടി വന്നു എന്ന് ഹരി പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. പ്രിയ വീട്ടിലെത്തുമ്പോൾ മകൻ ഓൺലൈനിൽ ആരോടോ ഗെയിം കളിച്ചുകൊണ്ട് വളരെ മോശമായി സംസാരിക്കുന്നത് കാണുന്നു. അവൾക്ക് ദേഷ്യം വരുന്നു. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. അവൻ ദേഷ്യത്തിൽ, അച്ഛൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചോ? അദ്ദേഹം ചെയ്തത് കൊണ്ട് ഞാനാണ് സ്കൂളിൽ കഷ്ടപ്പെടുന്നത്. എന്റെ കാര്യം വിടൂ, അനിയത്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവളുടെ മുഖം മാറുന്നു. അവൾ വിഷാദത്തോടെ മാറി നിൽക്കുന്നുണ്ട്. അവൾ ഭർത്താവിനെ ജയിലിൽ കാണാൻ പോകുന്നു. ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങൾ എങ്ങനെ നന്നായിരിക്കും? കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്രതിപക്ഷം എന്നെ കുടുക്കിയതാണ്. ജയിലിൽ വെച്ച് എന്നെ കൊല്ലാൻ പോലും അവർ ശ്രമിക്കുന്നു എന്ന് സമ്പത്ത് പറയുന്നു. പുറത്തു പോയി കരഞ്ഞുകൊണ്ട് ഒരു അഭിമുഖം നൽകൂ, അപ്പോൾ എനിക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കും എന്ന് അദ്ദേഹം പറയുന്നു. നാടകം കളിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് അവളും പറയുന്നുണ്ട്. അവൾ പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ അവളെ വളയുന്നു. എന്നാൽ അവൾ സംസാരിക്കാതെ പോകുന്നു. അപ്പോൾ മക്കളുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിക്കുന്നു. മകൾ ടെറസിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ടെന്നും ഉടൻ വരണമെന്നും പറയുന്നു. അവൾക്കൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നെങ്കിലും മകളാണ് പ്രധാനമെന്ന് കരുതി അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഹരി അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. ഇതോടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നു. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.